താങ്കളെ പോലുള്ള ആളുകൾ നടത്തുന്ന കള്ളപ്രചരണമല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാൻ ഇടപെടുകയാണ്. അസത്യം പറയരുത്. അസത്യം പറയുന്നു. ഇന്നലെ പറഞ്ഞത് സേതുവിന് പറയാം, കെ എൽ മോഹനവർമ്മയ്ക്ക് പറയാം, പക്ഷേ എം ഡിക്ക് അത് പറയാനുള്ള അർഹത എന്താ എന്നാണ്. അല്ലാതെ എം ഡിക്കും അങ്ങനെ ഒരു അഭിപ്രായം പറയാമെന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ വേണു ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഇടപെട്ട് ശല്യപ്പെടുത്തുകയാണ്. അല്ലാത്ത സമയത്ത് വേണു മിണ്ടുന്നില്ല. എൻ്റെ ആ ഫ്ലോ വേണു വളരെ ബോധപൂർവം അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കണം. ഞാൻ സംസാരിച്ച ക്ലിപ്പിങ്സ് ഇട്. എനിക്കിതിനെക്കുറിച്ചിട്ട് ഒരു ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോകാൻ തയ്യാറില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ രാജ്യത്തെ കള്ളപ്പണക്കാരായ ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ശ്രീമാൻ തോമസ് ഐസക് അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലെ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് റേഷനരി കൊടുക്കാത്ത ആള്, കേരളത്തിൽ റേഷൻ വിതരണം ചെയ്യാത്ത ആളെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. റേഷൻ വിതരണം ചെയ്യാത്തതിൻ്റെ ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാരാണോ? കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഗ്യാസ് കൊടുക്കാത്തതിൻ്റെ ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാരാണോ? 2013 നടപ്പാക്കിയ ഒരു പദ്ധതി ഈ കാലയളവിനുള്ളിൽ നടപ്പാക്കാൻ കഴിയാതിരുന്ന ആളാണ്. പരിമിതമായ ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നോട്ടിൻ്റെ പരിഷ്കരണം പ്രഖ്യാപിക്കുമ്പോൾ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് കുരിശിലേറ്റുകയാണ്. ആ കുരിശിലേറ്റുന്നതിന് പകരം നിങ്ങൾ ആളുകൾക്ക് അരി കൊടുക്ക്. 35 കിലോ സൗജന്യമായ അരിയല്ലേ? അതിനുവേണ്ടിയായിരുന്നു ഇന്നലത്തെ എൻ്റെ പത്രസമ്മേളനം. സൗജന്യമായി ഗ്യാസ് കൊടുക്ക്, അതിനുവേണ്ടിയായിരുന്നു എൻ്റെ പത്രസമ്മേളനം. നിർഭാഗ്യവശാൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പുസ്തകം എഴുതിയാൽ കേരളത്തിലെ പ്രശ്നങ്ങൾ തീരുമോ? അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്ക് മറ്റുള്ളവർക്ക് ആർക്കും വിവരമില്ല, ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ അധിപൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വെറും 21 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ 2800 കോടി രൂപ നിക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണമാണ് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റുണ്ടോ? ആരാ ഉത്തരവാദി? അദ്ദേഹത്തോട് ഞാൻ ചില കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇപ്പോൾ ഡിസംബർ മാസം 19-ാം തീയതിക്ക് മുമ്പ് ആദായ നികുതി വകുപ്പിൽ സെൻട്രലുണ്ടായിട്ടുള്ള വളർച്ച 14.4%. മറ്റു മേഖലകളിൽ 26.2%. അങ്ങനെയുള്ള വളർച്ച ടൂറിസം രംഗത്തുൾപ്പെടെ ഈ ഡിസംബർ മാസം 9-ാം തീയതിക്ക് വരെ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം കേരളത്തിൽ നികുതി പിരിക്കുന്ന ആളല്ലേ? കേരളത്തിൽ നികുതി അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ 13% എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ എത്രയാണ് നികുതി പിരിവ്? നരേന്ദ്രമോദി സർക്കാരാണ് ഉത്തരവാദി. സാമ്പത്തികമായ രംഗത്ത് കേരളം പുറകോട്ട് പോയതിൻ്റെ ഉത്തരവാദി മോഡി സർക്കാരാണോ? കേരളത്തിൽ ട്രഷറിയിൽ പണമില്ലാത്തതിൻ്റെ ഉത്തരവാദി ഞങ്ങളാണോ? നിങ്ങൾ പലപ്പോഴും കളിയാക്കുന്ന തമിഴ്നാട്ടുകാർക്ക് ഈ പ്രാവശ്യം ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ തിരക്കുണ്ടായിരുന്നില്ലല്ലോ. എന്താ കാരണം? അവർ ബാങ്ക് വഴി കൊടുത്തു. നിങ്ങളെന്താ ചെയ്ത? കേരളത്തിൽ 6 ലക്ഷത്തോളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും പെൻഷൻകാരെയും 90 വയസ്സായ ആളുകളെ ട്രഷറിയിൽ എത്തിക്കുന്നതാണോ സാമ്പത്തിക പരിഷ്കരണം? ശരി, എനിക്ക് മനസ്സിലാവാൻ ഞാൻ ഇനി ഇടപെടുകയാണ്. ശ്രീ തോമസ് ഐസക് മറുപടി. അരി പ്രതിസന്ധി അടക്കമുള്ള കാര്യത്തിൽ ഈ സാമ്പത്തിക ഒരു വാക്കും കൂടി പറയട്ടെ. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പുച്ഛത്തോടു കൂടി സമീപിക്കുന്ന രീതി അത് ശരിയല്ല. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, ശ്രീ ഐസക്. പ്രശ്നം ഞാൻ നിങ്ങളെ പുച്ഛിച്ചതല്ലോ. എം ടി വാസുദേവൻ നായർക്ക് സേതുവിനും മോഹനവർമ്മയ്ക്കുമൊക്കെ ഉള്ള അവകാശം അർഹതയില്ല എന്ന് പറഞ്ഞു തന്നല്ലേ തർക്കം വന്നത്. നിങ്ങൾ ചെയ്ത കാര്യമൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെക്കല്ലേ. ഇനി എത്ര ചോദ്യത്തിന് മറുപടി പറയണമെന്ന് അറിഞ്ഞുകൂടാ. തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് രാധാകൃഷ്ണൻ കേരളത്തിലും ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത്. അവിടെ ബാങ്കിൽ അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നു, ഇവിടെയും ബാങ്കിൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ട്രഷറിയിൽ അക്കൗണ്ടിലോ ഇട്ട് കൊടുക്കുന്നു. അവിടെ വന്ന് ബാങ്കിൽ വന്ന് വാങ്ങുന്ന പോലെ ഇവിടെ വന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങണം. ഒരു വ്യത്യാസവും ഇല്ല. അവിടെ 5000 രൂപ 10000 രൂപ വെച്ച് കിട്ടി, കേരളത്തിൽ 24000 രൂപ വെച്ച് കിട്ടി. ഇതാണ് വ്യത്യാസം. കുറച്ച് നാളായി നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് പറ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് റേഷൻ്റെ കാര്യം. ഈ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടെന്ന് ഞാനത് ഒരു വീഴ്ചയില്ല നടക്കുന്നില്ല എന്നല്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇനി അത് ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാ. 13 തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 6 മാസമല്ലേ ആയിട്ടുള്ളൂ. 13 തുടങ്ങിയിട്ട് ഈ 16-ാം വർഷം വരെയും അത് നടപ്പാക്കാൻ പറ്റാതിരുന്നു. ഇതിപ്പോൾ വന്ന സർക്കാർ ഇത് 3 മാസം പോരാ, 4 മാസം പോരാ, ഞങ്ങൾക്ക് ഈ ഹോൾസെയിലൂടെ മാറ്റി പുതിയ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ വിതരണം മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് ഒരു 2 മാസവും കൂടി സമയം വേണം എന്ന് പറഞ്ഞിട്ട് തരാത്ത എന്ത് വലിയ ആദർശവും തത്വദീക്ഷയാണ് കേന്ദ്രത്തിൽ.
അപ്പോൾ ചെയ്തപ്പോൾ അവിടെ ഹോൾസെയിൽ മാർക്കറ്റിൽ ചുവട്ടുതൊഴിലാളികളുടെ തർക്കം, ആ തർക്കം ഞങ്ങൾ പരിഹരിക്കുക, അതുകൊണ്ടൊരു പ്രശ്നം വന്നു എങ്കിലും ആ പ്രശ്നം വരാതുള്ളതാണ്. ആ വരാൻ പാടില്ലാത്ത പ്രശ്നം വന്നതിൽ ഖേദമുണ്ട്, അതിനും തർക്കമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ വോട്ടിനെക്കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതിനെക്കുറിച്ച് MTക്ക് പറയാൻ അവകാശമില്ലെന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് MT ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം, ആരെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. ഒന്ന്, MTക്ക് പറയാനുള്ള ഒരു അർഹത എന്ത്? രണ്ട്, MT എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPMനോടൊപ്പം ആനുകൂല്യം പറ്റാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഇതിൽപ്പരം ആക്ഷേപിക്കാനുണ്ടോ എന്ന്? MTയുടെ ഇത്രയും ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന MTക്ക് ഈ പ്രായത്തിൽ ഇതിൽ എന്ത് ആനുകൂല്യം CPM ഇന്ന് വേണ്ടത്? ഇതിപ്പോൾ ആക്ഷേപിക്കാനുണ്ട് രാഷ്ട്രം. നിങ്ങൾക്കതിൽ ആക്ഷേപം തോന്നുന്നില്ലല്ലോ, ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് എന്നുള്ളത്. നിങ്ങൾക്ക് ബഹുമാന പുരസ്സരം, ഞങ്ങൾക്ക് ഈ അഭിപ്രായമല്ലോ ഉള്ളത്, ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞു നിർത്താമല്ലോ. അതല്ലല്ലോ നിങ്ങൾ ചെയ്തത്. അതാണ് പ്രശ്നം. ഈ പ്രശ്നം ഇവിടെ നിൽക്കുന്നില്ല രാധാകൃഷ്ണൻ. ഞാൻ പറയുന്നു, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ അപമര്യാദയായിട്ടൊന്നും എഴുതാറില്ല, ഞാൻ പുച്ഛിച്ചു ഒന്നും എഴുതാറില്ല. ഞാൻ എൻ്റെ വിഷയങ്ങൾ പറയുന്നു. എന്ത് അസഭ്യവർഷമാണ് നിങ്ങളുടെ പാർട്ടി എന്നുള്ളവർ അവിടെ ചെയ്യുന്നത്? അത് യാദൃച്ഛികമായിട്ട് വരുന്നതല്ല, നിങ്ങളുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വന്നിട്ടുണ്ട്. ഈ ഓരോരുത്തരുടെയും പോസ്റ്റിന് കീഴിൽ സ്ഥിരമായിട്ട് വന്നെഴുതുന്ന പേരുകൾ എന്ത് തുടങ്ങിയ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സമീപകാലത്ത് ഇങ്ങനെയുള്ള സൈബർ പ്രവർത്തനത്തിൻ്റെ BJPയുടെ തന്ത്രമെന്ത്, ട്രോൾ ചെയ്യുന്ന ആളുകളെ എങ്ങനെ നിയോഗിക്കുന്നു തുടങ്ങിയവയെ സംബന്ധിച്ച് ഇതിൽ പങ്കാളിയ ആളുകളുടെ ടെസ്റ്റിമണി തന്നെ ഗ്രന്ഥങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുടരുന്ന ഈ അസഹിഷ്ണുതയുടെ ഇത്തരത്തിലുള്ള ഇടപെടലിൻ്റെ തുടർച്ചയായിട്ടാണ് MTയുടെ ഈ പ്രസ്താവന പരാമർശത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് നിങ്ങൾ വേറെ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും മറുപടിയാവില്ല. ഞാൻ വേണു എന്ത് ചോദ്യം പണത്തെക്കുറിച്ച് ചോദിച്ചാലും ആ നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് പറയാൻ തയ്യാറാണ്. ഇപ്പം രാധാകൃഷ്ണനായിട്ടൊന്നും സംവദിക്കാൻ വേറെ വരാം. നമ്മളിപ്പോൾ തന്നെ TV-യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് നിർത്തി ഓരോ ചോദ്യം ചോദിക്കുക, ഓരോ ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം. എൻ്റെ അപ്പുറം ഒന്നും സംവദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീ KP രാമനുണ്ണി, ഇവിടെ ശ്രീ AN രാധാകൃഷ്ണൻ ഞങ്ങളുടെ മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകനും എൻ്റെ സഹപ്രവർത്തകനുമായ K മധു ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സാന്ദർഭികമായി മറുപടി പറഞ്ഞ് കുടുങ്ങിയതാണ് എന്ന് കരുതുന്നുണ്ടോ? അവിടെയാണ് ഇത്തരം പരാമർശങ്ങൾ പിന്നെ AN രാധാകൃഷ്ണൻ ഏറ്റവും മാന്യമായാണ് പറഞ്ഞത് എന്ന് പിന്നീട് ജാമ്യം എടുക്കുമ്പോൾ ഒരു മിനിറ്റ് പറയൂ സർ. പറഞ്ഞോളൂ. അല്ല ഈ ഇടയ്ക്ക് ചില പദപ്രയോഗങ്ങൾ തെറ്റാണ്. കുടുങ്ങി എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഒരു റിപ്പോർട്ടർക്ക് ചേർന്നതല്ല. ശരി, ശ്രീ KP രാമനുണ്ണി ഇങ്ങനൊരു പരാമർശം നടത്തി പിന്നീട് അങ്ങനെ അപകടകരമായ ഒന്നും അനാദരവോടെയുള്ള ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ന്യായീകരിക്കുമ്പോഴും ശ്രീ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത് പോലെ സംഘടിതമായൊരു സൈബർ ആക്രമണം MTക്കെതിരെ നടക്കുന്നുണ്ട്. അതായത് ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, പക്ഷേ MTക്കെതിരെ ആരും നാളിതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല. അത്ര മോശം പദപ്രയോഗങ്ങളാണ് വിമർശനം എന്ന ലൈസൻസോടുകൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം, പെട്ടെന്നൊരു പ്രതികരണം ഇത്ര ശക്തമായൊരു MTക്കെതിരായ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതോ മറ്റു പലരും MTയുമായി ബന്ധപ്പെട്ട് പുലർത്തിയിരുന്ന എതിർപ്പ്, രാഷ്ട്രീയമായി തന്നെയുള്ള എതിർപ്പ്, അതിന് പുറത്തേക്ക് ചാടാൻ കിട്ടിയ ഒരു അവസരമായി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഈ തുഞ്ചത്തെഴുത്തച്ഛനെ കാവ്യ പുതപ്പിക്കാനുള്ള ശ്രമത്തെ MT പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ 24 കൊല്ലമായി എന്ന എതിർ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ഈ എഴുത്തിനടുത്തിലടക്കമുള്ള കാര്യങ്ങൾ ആയുധമാക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമങ്ങളെ MTയുടെ നേതൃത്വത്തിലുള്ള തുഞ്ചൻ ട്രസ്റ്റ് 2-2.5 പതിറ്റാണ്ട് കാലമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയെങ്ങും ഈ സംഘപരിവാറിൻ്റെ ഒരൊറ്റ ആളെ പോലും MTയും സഹപ്രവർത്തകരും ഇതുവരെ കടത്തുന്നില്ല. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെ എതിർപ്പും ഇപ്പോൾ ഈ MT വേട്ടയ്ക്ക് പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ വെളിവാക്കാൻ ആഗ്രഹിക്കുകയാണ്. തുഞ്ചൻ സ്മാരകം, മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണ്,
തീർത്തും മതേതരമായി എല്ലാ മലയാളികൾക്കും അവകാശപ്പെട്ടതാണ്. അവിടെ കുറച്ച് വർഷങ്ങൾ മുമ്പേ നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നടന്നിരുന്നു. അതായത് അവിടെ ആ കളരി, തുഞ്ചൻ്റെ കളരി അമ്പലമാണ് എന്ന് പറയുകയും അവിടെ തുലാഭാരം നടത്താൻ വേണ്ടി ചിലർ വരികയും ചെയ്യുന്ന ചില സംഭവങ്ങളെല്ലാം നടന്നിരുന്നു. അപ്പോൾ MTയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു. ഇത് ക്ഷേത്രാചാരപ്രകാരം പ്രതിഷ്ഠ നടത്തിയ അമ്പലമല്ല, ഇത് മതേതരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ തുലാഭാരം നടത്താൻ അനുവദിച്ചിരുന്നുവെങ്കിൽ അടുത്ത ദിവസം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വരുമായിരുന്നു. ഇങ്ങനെയുള്ള ചില ശക്തികളെ തീർച്ചയായിട്ടും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് MTയുടെ നേതൃത്വത്തിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ പേരിൽ പലവർക്കും അസഹിഷ്ണുതയുണ്ട്. ഈ പ്രതിരോധിച്ചത് മലയാളത്തിന് വേണ്ടിയാണ്, കേരളീയ സംസ്കാരത്തിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ആരോടുള്ള വിദ്വേഷത്തിൻ്റെ പേരിലല്ല. അതേ സമയത്തിൻ്റെ തുഞ്ചൻ സ്മാരകത്തിൽ കലാപരിപാടിയാണെങ്കിലും എന്താണെങ്കിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട്. അതേ സമയത്ത് വർഗീയമായിട്ടുള്ള അജണ്ടകളായിട്ട് വരുന്നവരെ പ്രതിരോധിക്കാറുണ്ട്. അതിനെതിരായിട്ടുള്ള കെറിവുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുകയില്ല. AN രാധാകൃഷ്ണനോട് ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. MTയെ പോലെയുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൗജന്യം പറ്റാൻ വേണ്ടി നിൽക്കുന്നു എന്ന നിലയ്ക്ക് ആക്ഷേപിക്കുന്നതിൽ എന്ത് ജനാധിപത്യമാണുള്ളത്? രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാധാകൃഷ്ണനെ പോലെയുള്ളവർ ഭാരതീയ സംസ്കാരത്തെ പ്രതി ആണയിടുന്നവരല്ലേ? ഭാരതീയ സംസ്കാരത്തിൽ കലയും ശാസ്ത്രവും എല്ലാം ഒരേ വൈജ്ഞാനിക മണ്ഡലത്തിലാണ് പെട്ടിരുന്നത്. ശാസ്ത്രമാണെങ്കിലും സാഹിത്യമാണെങ്കിലും കാവ്യരൂപത്തിലാണ് വന്നിരുന്നത്. പാശ്ചാത്യമായിട്ടുള്ളാണ് കലാ, സാഹിത്യം, ശാസ്ത്രം എന്നുള്ള വിഭജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സാഹിത്യകാരനായിട്ടുള്ള ആൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രതികരിക്കാനുള്ള അവകാശം ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിലുണ്ട്. അപ്പോൾ രാധാകൃഷ്ണനെ പോലെയുള്ളവർ അതിനെപ്പറ്റി ആണയിടുന്നവർ അതിനെ തള്ളിക്കളിഞ്ഞുകൊണ്ട് കൊളോണിയലായിട്ടുള്ള ചില വിഭാഗീയതകളുടെ പിറകിലാണോ പോകുന്നത്? ഈ കൊളോണിയൽ അജണ്ടകൾ തന്നെയല്ലേ ഇന്ത്യയിലുള്ള ഹിന്ദു മുസ്ലിം മൈത്രിക്കെതിരായിട്ടുള്ള ഹിന്ദു മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് രാധാകൃഷ്ണനോട് ചോദിക്കാനുണ്ട്. ഇവർ ഭാരതീയ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റെ വിശാലതയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു. യാതൊരു അർത്ഥവുമില്ലാതെ മുത്തലാഖിൻ്റെ കാര്യം ഇതിൽ കൊണ്ടുവരുന്നു. ഇവിടെ മുത്തലാഖിൻ്റെ കാര്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു കാര്യമാണ്. ഇവിടെ ഭരണകൂടം എടുത്തുള്ളൊരു നടപടി ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ മുത്തലാഖിനെ കൊണ്ടുവരുന്നതിലല്ല തന്നെ തീർച്ചയായിട്ടും ബ്രിട്ടീഷായിട്ടുള്ള കൊളോണിയലായിട്ടുള്ള ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യത്തിൻ്റെതായിട്ടുള്ള ഒരു അജണ്ടയല്ലേ ഇവർ കൊണ്ടുവരുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് സാറ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം AN ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു പ്രതീക്ഷിക്കുന്നു. ഇടവേള.